പലരും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നല്ല DSLR ക്യാമറയിലും നല്ല ലൈറ്റിംഗ് കണ്ടീഷനിലും നല്ല ക്വാളിറ്റിയിലും ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തതയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് യൂട്യൂബ് ചെയ്യുന്നവരാണെങ്കിലും ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും വീഡിയോ ഏത് തരത്തിൽ ചെയ്യുന്നവരാണെങ്കിലും നല്ലൊരു ബെസ്റ്റ് മൈക്കും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ബെസ്റ്റ് ബ്രാൻഡ് നമുക്ക് ആവശ്യം വരിക. അതും നല്ല ബഡ്ജറ്റ് ആയിട്ടുള്ള എമൗണ്ടിന് കിട്ടുകയാണെങ്കിൽ ഉഷാറായി. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് മൈക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. Hello everyone, this is Boya. You're watching Topics. പല വീഡിയോസും നമ്മൾ സോഷ്യൽ മീഡിയാസിൽ കാണുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ കാണുന്ന സമയത്ത് വീഡിയോ നല്ല ക്വാളിറ്റി ഉണ്ടാവും, നല്ല ലൈറ്റ് ഉണ്ടാവും, നല്ല ലൊക്കേഷൻ ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പറയുന്ന കാര്യങ്ങൾ തീരെ വ്യക്തത ഉണ്ടാവാറില്ല. പുറത്തു നിന്നുള്ള നോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു വീഡിയോ അലമ്പായിരിക്കും. പക്ഷെ അപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ മൈക്കിൻ്റെ ആവശ്യം വരുന്നത്. അത് നല്ല ബഡ്ജറ്റ് ആയുള്ള എമൗണ്ട്, നമ്മുടെ പോക്കറ്റ് കാലിയാക്കാതെ നല്ലൊരു എമൗണ്ടിന് നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു മൈക്ക് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് മൈക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ മൈക്ക് ബോയ എന്ന ബ്രാൻഡിന്റെ BY-M1 എന്ന് പറയുന്ന മൈക്കാണ്. ഇത് നമുക്ക് ഇൻഡോർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർക്ക്, അതുപോലെ സ്റ്റുഡിയോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർക്ക്, ഇന്റർവ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ട്രാവൽ ബ്ലോഗേഴ്സിന് പറ്റും. പക്ഷേ ഇത് വയർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാനൊക്കെ പ്രോബ്ലംസ് വരും. അപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൈക്കാണ്. ഏകദേശം 1.5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഏകദേശം ഒക്കെ ഈ ഒരു മൈക്ക് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ വോയിസും കാര്യങ്ങളും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബോക്സ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോക്സ് ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കുഞ്ഞി ബാഗാണ് കിട്ടുന്നത്. നമുക്ക് മൈക്ക് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാനൊക്കെയാണ്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന യൂസർ മാനുവലും അതിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ വാറണ്ടി കാർഡുമാണ്. ഏകദേശം 1 വർഷത്തോളം വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ കിട്ടുന്നത് നമുക്ക് മൈക്കാണ്. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എമൗണ്ടിന് നല്ലൊരു ക്വാളിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് നല്ല ലെങ്ത്ത് ഈ ഒരു മൈക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലെങ്ത്തിൽ നമുക്ക് മൈക്ക് DSLR ക്യാമറയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലോ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ലോങ്ങിൽ നിന്ന് തന്നെ സംസാരിക്കാൻ സാധിക്കും. അത്രത്തോളം വലുപ്പം ഇതിന് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ബാഗ് എന്തെങ്കിലും കിട്ടുന്ന ഒരു കവറാണ്. അതിൻ്റെ ഉള്ളിലായിട്ടുള്ളത് നമുക്കൊരു അഡാപ്റ്റർ ഉണ്ട്. നമുക്ക് വലിയ മൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു നോയ്സും കാര്യങ്ങളും വരാതിരിക്കാനുള്ള ചെറിയൊരു സംഭവം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഷർട്ടിലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പിൻ ചെയ്ത് വെക്കാനുള്ള ഒരു പിന്നും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഇത് തികച്ചും ബാറ്ററിക്കാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്മാർട്ട് ഫോണിലും അതുപോലെ തന്നെ DSLR ക്യാമറയിലും രണ്ടിലും വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ബൈക്ക് വരുന്നത്, ബോയയുടെ BY-M1 എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള മൈക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട മൈക്കിൽ ആ ബാറ്ററി ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാൻ സാധിക്കും. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി ഇടാനുള്ള സ്പേസ് ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ആ ബാറ്ററി ഇട്ട് കൊടുക്കുക. ബാറ്ററി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്വിച്ച് കാണാൻ സാധിക്കും. നിങ്ങൾ ക്യാമറയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. സ്മാർട്ട് ഫോൺസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ബാറ്ററിയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യാനും സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ഏകദേശം വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ റിയൽ പ്രൈസ് വരുന്ന 1700 രൂപയാണ്. പക്ഷേ എനിക്ക് ഓഫറിന് നല്ല എമൗണ്ട് കുറഞ്ഞിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ബിഗ് ദീപാവലി ഡേ, അതുപോലെ തന്നെ ആമസോണിലാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് 780 രൂപയ്ക്കാണ് അതിൽ നിന്ന് എനിക്ക് കിട്ടിയത്. മാത്രമല്ല ഞാൻ EARNKARO എന്ന് പറഞ്ഞുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഏകദേശം 50 രൂപയെങ്ങാണ്ട് എനിക്ക് കമ്മീഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 720 രൂപ 710 രൂപയുടെ അടുത്ത് എനിക്ക് ഈ ഒരു എമൗണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലുള്ള പ്രോഡക്ട്സോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് EARNKARO എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ലിങ്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നേരെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒന്നുമില്ല. ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ EARNKARO യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ എല്ലാ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എത്ര എമൗണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നേരെ ഫ്ലിപ്കാർട്ട് ആണെന്നുണ്ടെങ്കിൽ ആമസോൺ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് പ്രോഡക്റ്റ് ആണോ അത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ നേരെ താഴെ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ കോപ്പി ചെയ്യുക. ആ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നേരെ നിങ്ങൾ EARNKAROയിലേക്ക് തന്നെ തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മേക്ക് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് പേസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങളുടെ
നിങ്ങളുടെ ആ ലിങ്ക് നിങ്ങൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് മേക്ക് പ്രോഫിറ്റ് ലിങ്ക് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ഏൺകാരോയുടെ ഒരു ലിങ്ക് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന ഏൺകാരോയുടെ ലിങ്ക് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയോ നിങ്ങളോട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഏൺകാരോയിൽ ഇട്ട് അത് കൺവേർട്ട് ചെയ്തതിനു ശേഷം ആ ഒരു ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് കമ്മീഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ഇതുപോലുള്ള പ്രോഡക്റ്റോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കൺവേർട്ട് ചെയ്തതിനു ശേഷം ആ ലിങ്ക് മുഖാന്തരം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം 11,000 രൂപയോളം ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാസം കൊണ്ടാണ് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. മൈ ഏണിങ്സ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര എമൗണ്ട് ഏൺ ചെയ്തു, എത്ര ആളുകൾ വാങ്ങിച്ചു, എത്ര എമൗണ്ടിനാണ് വാങ്ങിച്ചത്, അതിൽ എത്ര കമ്മീഷൻ കിട്ടി, എന്നാണ് ഈ പ്രോഫിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുക, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ പ്രോഫിറ്റിന്റെ സെക്ഷനിൽ നിങ്ങളുടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞ് കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിലേക്ക് കൂളായിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് യൂസ് ചെയ്ത് ഒറ്റ ക്ലിക്ക് തന്നെ നിങ്ങളുടെ ബാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള പ്രോഡക്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഏൺകാരോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതുപോലുള്ള പ്രോഡക്ട്സോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉള്ള ഓഫേഴ്സിന് പുറമെ തന്നെ അതിൽ നിന്നൊരു ബഡ്ജറ്റ് നമുക്ക് കുറഞ്ഞു കിട്ടും, അതിന് പുറമെ തന്നെ ഈ ഒരു എമൗണ്ടും കുറഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇത് ട്രാവൽ ബ്ലോഗിങ് ചെയ്യുന്നവർക്കും ഔട്ട്ഡോർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർക്കൊക്കെ നന്നായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മൈക്ക് തന്നെയാണ്. ബോയോ എന്ന ബ്രാൻഡിന്റെ BY-M11 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നമുക്ക് ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് പുറത്ത് ഔട്ട്ഡോർ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാഹനങ്ങളുടെ സൗണ്ടും അതുപോലെ തന്നെ പലരുടെ നോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോനെ നന്നായിട്ട് ഡിസ്റ്റർബൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു മൈക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല നോയ്സ് ഒക്കെ റിഡക്ട് ചെയ്തിട്ട് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ വീഡിയോയുടെ ഒരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ബോക്സിലും പുറത്തായിട്ട് അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബോക്സ് അൺബോക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ആണ് കിട്ടുന്നത്. അതിൽ നിങ്ങൾക്ക് മൈക്ക് കാണാൻ സാധിക്കും. ആദ്യം തന്നെ ഇത് നമുക്ക് നോയ്സും കാര്യങ്ങളും റിഡക്ട് ചെയ്യാനുള്ള ഒരു സ്പോഞ്ച് പോലുള്ള നല്ല കൂളായിട്ടുള്ള നല്ല ലുക്കിഷ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു ബാഗാണ് നമുക്കിത് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാനുള്ളത്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട അതേ മൈക്കിൻ്റെ അവസ്ഥ തന്നെയാണ് ഇതിനും വരുന്നത്. ഈ ഒരു ചെറിയ ബാഗിൻ്റെ ഉള്ളിൽ നമുക്ക് 2 കേബിൾ അവൈലബിൾ ആണ്. ഒന്ന് നമുക്ക് സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് DSLRസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ 2 കേബിൾസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് രണ്ടിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു പ്രത്യേകത നമുക്ക് ബാറ്ററി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ബാറ്ററി ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ഇല്ലാതെ തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ബാറ്ററി കഴിഞ്ഞു പോകുക എന്നുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന നമുക്ക് സ്റ്റാൻഡാണ്. DSLRലും കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ട്രൈപ്പോഡുള്ള കാര്യങ്ങളോ കണക്ട് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിന്മേൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ DSLRലും കാര്യങ്ങളും വളരെ കൂളായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബോക്സ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് DSLRലും മൊബൈൽ ഫോണിലൊക്കെ നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് നല്ല ബഡ്ജറ്റ് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു മൈക്ക് തന്നെയാണ്. ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കേബിൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ സ്മാർട്ട് ഫോണിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നല്ല സ്മാർട്ട് ഫോണിനേക്കാളും യൂസ്ഫുൾ ആവുക ഇത് DSLRും കാര്യങ്ങളും. കാരണം ഇതിന് സ്റ്റാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് DSLR ഡയറക്റ്റ് ആയിട്ട് തന്നെ കണക്ട് ചെയ്തിട്ട് നമുക്ക് DSLR ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ DSLR കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കേബിൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് DSLRന്റെ മൈക്കിന്റെ പോർട്ടിൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലും കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ സാധാരണ മൈക്ക് കണക്ട് ചെയ്യുന്ന അവിടെ തന്നെ നമ്മൾ മൈക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് തന്നെ നമുക്ക് വ്ളോഗിങ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു മൈക്കിന് ഏകദേശം എമൗണ്ട് വരുന്ന 1400 സംതിങ് ആണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യുക. ഏൺകാരോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1300 രൂപ അല്ലെങ്കിൽ 1400 രൂപയുടെ ആ ഒരു അടുത്തായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മൈക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നല്ല ഓഫേഴ്സും കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല കുറഞ്ഞ എമൗണ്ട് നമുക്കിത് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ പർച്ചേസിംഗ് ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട 2 മൈക്കാണ്. ഒന്ന് ഇൻഡോർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർക്ക് ബോയോയുടെ BY-M1 എന്ന് പറഞ്ഞ മോഡലും, രണ്ടാമതായിട്ട് പരിചയപ്പെട്ട ബോയോയുടെ BY-M1 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ട്രാവൽ വീഡിയോ ചെയ്യുന്നവർക്കും ഔട്ട്ഡോർ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഈ പ്രോഡക്റ്റിനെ കുറിച്ചും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇത് ആരെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും മാക്സിമം ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.